നല്ല സ്ലിപ്പർ സ്റ്റെപ്പെല്ലാം കിടക്കുന്നത്. ഞങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ യാത്ര പോകുന്നത് ഒരു ആരും അധികം പോകാത്ത അല്ലെങ്കിൽ ആരും പോകാത്ത ഒരു സ്ഥലത്തേക്കാണ്. അപ്പം നമുക്കത് ഒരു ഡെസ്റ്റിനേഷൻ പാല വരെ നമ്മളിവിടുന്ന് മാപ്പിട്ട് പോകും. അതിനുശേഷം നമ്മൾ അവിടുന്ന് പിന്നെ നമ്മൾ അവിടെ നിന്നായിരിക്കും ഡെസ്റ്റിനേഷൻ ഫൈൻഡ് ചെയ്യുന്നത്. അപ്പം അത് എവിടെയാണെന്ന് അറിയില്ല. നമുക്കൊരു ഇതുവരെയും കാണാത്ത, ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു സ്ഥലത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോകണം. ചിലപ്പം നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് എത്താൻ പറ്റത്തില്ല, അല്ല ചിലപ്പോൾ എത്താൻ പറ്റും. പക്ഷെ രണ്ടാണെങ്കിലും ശ്രമിച്ചില്ലെന്ന് വേണ്ട. അപ്പം നമ്മുടെ യാത്ര കാണാം. ഇവിടെയാണ് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അത്യാവശ്യമല്ല, നല്ല ഫുഡ് തന്നെയായിരുന്നു ഇവിടുന്ന്. ഞങ്ങൾ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിച്ച് ഇനിയിപ്പോൾ ഇവിടുന്ന് പോവാണ്. നമ്മളിപ്പോൾ ഒരു 50 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് പാലായിൽ വന്ന് നിൽക്കുകയാണ്. ഇവിടെ നിന്ന് തപ്പി നോക്കിയപ്പോഴത്തേക്കും ഗൂഗിളിൽ ഒരു 24 കിലോമീറ്റർ മാറി പെരുവഞ്ചനക്കഴി എന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടമുണ്ട്. ഇവിടെ നമ്മൾ അങ്ങോട്ടാണ് പോകണം. പെരിങ്ങലം റോഡിലുള്ള. അപ്പോൾ ഞങ്ങൾ ഈ റോഡ് വഴി പോയപ്പോഴത്തേക്കും ഈ ഒരു സൈഡിൽ ഒരു ചെറിയ അരുവീൻ്റെ സൗണ്ട് കേട്ടു. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ കുറച്ചൊരു മുൻപോട്ട് പോയായിരുന്നു. അവിടുന്ന് തിരിച്ചു വന്നു. അവിടെ ചേട്ടൻ പറഞ്ഞു ഇവിടെ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഒരു വഴിയുണ്ട് ഇങ്ങോട്ട്. ആ വഴി പോയാൽ ഈ ഒരു അരുവിയല്ലത്, മേ ബി ഞങ്ങൾ പോകുന്ന ഡെസ്റ്റിനേഷനിലുള്ള വെള്ളമായിരിക്കും ഇങ്ങോട്ട് ഒഴുകി വരുന്നത്. എന്തായാലും ഇത് കൊള്ളാം. ഇവിടെ ആൾക്കാരൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. പിന്നെ ഇവിടെ സൈൻ ബോർഡുണ്ട്. ഇവിടെ ആയിരിക്കും. സ്ലിപ്പായിട്ടോ സ്റ്റെപ്പൊക്കെ. നമ്മളിപ്പം പൂഞ്ഞാറാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ മീനച്ചിലാറിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഇവിടെ വാഗമണ്ണ് അടിവാരം സ്ഥലത്താണ് ഈ വെള്ളത്തിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്. സ്റ്റാർട്ടിംഗ് എന്ന് വെച്ചാൽ വെള്ളം അവിടെ കൂടെയാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ തിരക്കിയപ്പോഴത്തേക്കും ഇത് മീനച്ചിലാറിൻ്റെ കണക്ട് ചെയ്യുന്നല്ല, മീനച്ചിലാർ തുടക്കമായിരിക്കും, അല്ലെങ്കിൽ മീനച്ചിലാറോട് ചേരുന്ന ഒരു ഇതായിരിക്കും. ചിലപ്പോൾ ഇതിലും വഴി പോകുന്നവരൊക്കെ ഇത്തരം സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇനിയും പുതുതായിട്ടാണെങ്കിലും ഇവിടെ ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കുക. കാര്യം ഇവിടെ നമ്മൾ അറിയാതെയാണ് ഒഴുക്ക് കൂടുന്നത്. അതുപോലെ തന്നെ നല്ല ഒഴുക്കുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ നല്ല താഴ്ചയൊക്കെയാണ്. ഇപ്പം ഇവിടെ നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നല്ല താഴ്ച. ഇവിടെയൊക്കെ നമുക്ക് വെള്ളം തെളിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് തന്നെ ആഴം അറിയത്തില്ല. അപ്പോൾ അപകടത്തിലുള്ള സാധ്യത കൂടുതൽ. അതുകൊണ്ടായിരിക്കും സൈൻ ബോർഡൊക്കെ. ഇവിടുന്ന് ഇപ്പം തിരിക്കുവാണ്, വീട്ടിലോട്ടല്ല, ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലോട്ട് ഞങ്ങൾ പോവുകയാണ്. ഇവിടുന്ന് കുറച്ച് പേരും കൂടെ ഉള്ളൂ പോകാനായിട്ട്. മേ ബി നമുക്ക് ഈ വെള്ളം കാണുന്നത് നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റിലെ വെള്ളമായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ ചെന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ. അപ്പോൾ ഈ നേരെ പടവ് നേരെ കയറി ചെല്ലുന്നത് നമ്മുടെ റോഡിലോട്ടാണ്. നമ്മൾ ഈ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് വണ്ടി വെച്ചിരിക്കുന്നത്. ഇത് റോഡാണ്, നമ്മുടെ സ്ഥലം പൂഞ്ഞാർ റോഡായത്. ഇവിടെ നേരെ ഈ പറയുന്ന താഴത്തെ നമ്മുടെ ആ ഒരു അരുവിയാണോ അത്
ഒരു പുഴ പോലെ അരുവിയായിരിക്കും. ഞാൻ ഡെസ്റ്റിനേഷൻ പോയിന്റ് അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ എത്തിയപ്പോഴത്തേനും പിന്നെ എനിക്കൊന്ന് ഇവിടെ നിന്ന് വീണ്ടും താഴത്തോട്ട് പോകണമായിരിക്കും. കാര്യം ഇവിടെ താഴത്തോട്ട് നേരെ താഴ്ചയാണ്. പക്ഷെ വഴിയൊന്നും കാണുന്നില്ല ഇവിടെ. ഞാൻ നോക്കുക ഇത് എങ്ങോട്ടാണ് പോകേണ്ടതാണ്. പിന്നെ ഒരു കാര്യം എടുത്ത് വ്യൂ ഞാൻ കാണിച്ചു തരാം. നമുക്കിവിടെ ഇതൊരു വീടാണ്. ഇത് വീടിന് ടെറസായത്, ഒരു വീടിന് ടെറസായത്. ഇവിടെ വീടൊക്കെ ഇങ്ങനെയാണ് പണിതിരിക്കുന്നത്. കണ്ട ഇത് എന്താ വീടാണ് അവരുടെ. പിന്നെ ഇങ്ങോട്ട് താഴത്തോട്ട് വീടാണ്. മേ ബി പില്ലറൊക്കെ പോകുന്നുണ്ടെങ്കിൽ താഴത്തോട്ടൊക്കെ അറിയില്ല. എന്തായാലും കൊള്ളാം. ഞാനിപ്പോൾ എന്തായാലും ഈ വീടിൻ്റെ മുകളിൽ കയറിയിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് പോകുന്നതെന്ന്. വീടിൻ്റെ പൊക്കത്തെ വ്യൂ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇത് ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആയത്. നല്ല രസമുണ്ട്. ഈ ബിൽഡിങ്ങിന് നേരെ താഴത്തെന്ന് വെച്ചാൽ നമ്മൾ ആ നേരത്തെ കണ്ട ആ ഒരു മീനച്ചിലാറെന്ന് പറഞ്ഞാൽ ആ ഒരു പുഴ, ആ ഒരു അരുവിയിലോട്ടുള്ളതുണ്ട്. അതൊരു തുടക്കം. ഭയങ്കര താഴ്ച ഇവിടുന്ന് എങ്ങനെ വീണാൽ പൊടി പോലും കിട്ടത്തില്ല. എനിക്കൊന്ന് അവിടെയാണോ അവിടെ ഒരു പിന്നെ അവിടെ ഒരു ഇതുണ്ട്. എനിക്ക് അവിടെ നിന്നാണ് ഈ വെള്ളം വരുന്നത് തോന്നുന്നു. നല്ല രസമുണ്ട് ഇവിടെ. നല്ല തണുപ്പുണ്ട് ഇവിടെ. ഇപ്പോൾ ടൈം ഏകദേശം ഒരു മണിയാവുന്നത്. എന്നിട്ട് നല്ല തണുപ്പൊക്കെ ഉണ്ട്. ചെറിയ കോടയൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഞങ്ങൾ അവിടെ വണ്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ അവിടെ നോക്കിയിട്ടൊന്നും ഞങ്ങൾക്ക് പോകാനുള്ള വഴി കാണുന്നില്ലായിരുന്നു. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ ഈ ചേട്ടനൊക്കെ ചോദിച്ചു ഞങ്ങൾ എങ്ങോട്ടാണ് വഴിയാണ്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ചേട്ടൻ്റെ വീടാണ്. അപ്പോൾ ഇവിടെ വീടിൻ്റെ പറ്റേക്കൂടെ തന്നെ വഴിയുണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്ക് അറിയാൻ ആരും വന്നിട്ടില്ല തോന്നുന്നു. കാര്യം അച്ഛനും ചോദിച്ചു ഫോണിൽ കണ്ടിട്ടൊക്കെയാണ് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആരൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും അധികം ആരും ഇങ്ങോട്ടില്ല. കാര്യം ഇങ്ങോട്ട് ഞങ്ങൾ നോക്കിയിട്ട് ഇങ്ങോട്ട് ആരും റൈഡിന് വന്നാലും കണ്ടില്ല. അപ്പോൾ ഈ വീടിൻ്റെ അപ്പുറം ഒരു വഴി കിടപ്പുണ്ട്. ഈ വഴി കൂടെയാണ് നേരെ താഴത്തോട്ട് പോകേണ്ട. സ്റ്റെപ്പൊക്കെ നല്ല സ്ലിപ്പായിട്ട് കിടക്കുവാണ്. അതുകൊണ്ട് നല്ല സ്ലിപ്പായിട്ട് സ്റ്റെപ്പെല്ലാം കിടക്കുന്നത്. ചെറുതായിട്ടൊന്ന് വെയിന് ഇവിടെ ഇവിടെ നല്ല സ്ലിപ്പായിരുന്നു. ഇവിടെ നല്ല സ്ലിപ്പാട്ടോ. ഇവിടെയൊക്കെ നല്ല സ്ലിപ്പാണ്. കാലൊക്കെ മുറിഞ്ഞ് കുഴപ്പമില്ല. പോകാതിരിക്കാൻ പറ്റത്തില്ല. പോവാം. നല്ല സ്ലിപ്പാട്ടോ. അതുകൊണ്ട് സൂക്ഷിച്ച് ഇങ്ങോട്ടൊക്കെ ഇവിടെയൊക്കെ ഭയങ്കര സ്ലിപ്പാണ്. ഇവിടെയൊക്കെ സൂക്ഷിച്ച് ഇറങ്ങി ഉറപ്പായിട്ടും വീഡിയോ ഇടാം. ഞാൻ എന്തായാലും ഇറങ്ങി ചെന്നിട്ട് ഫുൾ വീഡിയോ കാണിച്ചു തരാം. കാര്യം ഇല്ലാന്നുണ്ടെങ്കിൽ മൊത്തം വീണ് അടച്ചിട്ട് ബാക്കിയൊന്നും കാണത്തില്ല. അതുകൊണ്ട് ഇവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് ചോരയൊക്കെ വരുന്നുണ്ട്. ഇത്രയും വലിയ മുറിവായിരുന്നു അല്ലേ? നല്ല രീതിയിൽ മുറിഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ ആ ചേട്ടൻ പറഞ്ഞായിരുന്നു ഫുള്ള് സ്ലിപ്പായിട്ട് കിടക്കുവാണ്, സൂക്ഷിക്കണമെന്ന്. പക്ഷേ ഇറങ്ങുമ്പോൾ തന്നെ വീഴുമെന്ന് പ്രതീക്ഷയില്ല. എന്തായാലും നല്ല വീഴ്ചയായിരുന്നു. ഇവിടെ ഒന്നും ആരും വന്നിട്ടില്ലെന്നാണ് തോന്നുന്നത്. ഇവിടെ ആരും വന്നിട്ടില്ലല്ലേ? വിളിച്ചാ എൻ്റെ ചെരുപ്പിനാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു ഗ്രിപ്പും ഇല്ലാത്ത ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് സാധനം ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ദയവേരി ഇത്ര സാധനത്ത് ആരും ഇങ്ങോട്ട് വരരുത്. നല്ല ഗ്രിപ്പൊക്കെ അതുകൊണ്ട് എല്ലാവരും പരമാവധി ഷൂ ഒക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് നോക്കി വാട്ടോ. അതെ ഇവിടെയൊക്കെ കല്ലൊക്കെ തന്നെ കിടക്കുവാണ്. നോക്കി വരണേ. പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴിക്കാർ പറഞ്ഞായിരുന്നു ആ പുള്ളിക്കാരൻ ഇങ്ങോട്ട് ഇറങ്ങരുത്. കാര്യം നല്ല ഒഴുക്കായതുകൊണ്ട് അപകടം. ഇവിടെ ഫുള്ള് ഇത് കണ്ട് ഇവിടെയൊക്കെ ഫുള്ള് ഇതാണ്. ഈ മണ്ണൊന്നും ഇല്ല. മണ്ണൊക്കെ വെള്ളം വന്ന് ഇത് പോയിരിക്കുക. പിള്ളേരെ സൂക്ഷിച്ചു വേണേ. പിള്ളേരെ സൂക്ഷിച്ചു വേണോടാ.
ഇതാണ് നമ്മുടെ സ്പോട്ട്. ഇങ്ങോട്ടൊന്നും ഇറങ്ങുമ്പോൾ വലിയ കുഴപ്പമില്ല. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും ആ ചേട്ടൻ പറഞ്ഞായിരുന്നു വെള്ളത്തിൽ ഇറങ്ങരുതെന്ന് പറഞ്ഞ കാര്യം ശരിയാണ്. നല്ല ഒഴുക്കുണ്ട്, നല്ല 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 ശക്തിയുള്ള വെള്ളം ഒഴുകുന്നു. പിന്നെ അത് മാത്രമല്ല മലേൻ്റെ പൊക്കത്ത് മഴ പെയ്യുന്നുണ്ട്. ഈ മഴയ്ക്ക് നമ്മൾ അറിയാതെ ഒരു പെട്ടെന്ന് വെള്ളം കൂടി വരും. നമ്മൾ ചിലപ്പം ഒഴുക്കി പെട്ടുപോയത് നമ്മൾ രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്. ഇതുണ്ടോ, ഇത് ഈ ക്യാമറ കാണുന്നത് എത്രത്തോളം നമുക്ക് ആ ഒരു ഭംഗിയുണ്ട്. മഴയൊക്കെ പെയ്യുന്നുണ്ട് ഇവിടെ, നല്ല ഭംഗിയുണ്ട് നന്നായിട്ട്. ഒഴുക്കെന്നാലും കൂടി വരുന്നുണ്ട് ഇവിടെ. ഞങ്ങൾ കയറുക, കാര്യം ഞങ്ങളല്ല, ഞാൻ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. ഞാൻ കയറുവാണ്, കാര്യം വേറെ ഒന്നുമല്ല. ഇവിടെ എന്നിട്ട് അത്ര ഒരു പന്തികേട് തോന്നുന്നില്ല. അത് മാത്രമല്ല ഇവിടെ വെള്ളം കുറയുന്നത് കുഴപ്പമില്ല, ഇവിടെ ഇറങ്ങുന്നത് പ്രശ്നമില്ല, കാര്യം ആൾക്കാർ വരും സ്ഥലം വരും. നല്ല മഴ തമ്പിക്കുവാണ്, അതുപോലെ തന്നെ നല്ല വെള്ളം ഭയങ്കരമായിട്ട് കൂടി. ഇത് ഓളം കളിക്കുന്നില്ലേ, നല്ല വെള്ളമുണ്ട് ഇവിടെ. ഞങ്ങൾ തിരിച്ച് കയറി. പിന്നെ കയറിയപ്പോൾ തന്നെ മഴയും കുറഞ്ഞ്. പിന്നെ ഇറങ്ങുന്ന പോലെ അല്ല, കയറാൻ നല്ല എളുപ്പമാണ്. കാര്യം ഇറങ്ങുമ്പോഴാണ് ഈ സ്ലിപ്പ് ഭയങ്കരമായിട്ട് സ്ലിപ്പാണ്. കയറാൻ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. ഇവിടെ പറഞ്ഞ ഗ്രിപ്പ് കിട്ടുന്നതാണ് കയറുമ്പോഴത്തേനും. ഞങ്ങളിവിടെ തിരിച്ച് കയറി പോവുകയാണ്. കാര്യം കയറിക്കൊണ്ട് എന്തായാലും വീടൊക്കെ പറ്റില്ല. കാര്യം നല്ല അധികം സ്ലോപ്പൊന്നും ഇല്ലായിരിക്കുന്നതുകൊണ്ട് നമുക്ക് പിടിച്ച് കയറാൻ നടത്തുള്ളൂ. ക്യാമറ കയ്യിരിക്കുന്ന തന്നെ നല്ല പാടാണ് നമുക്ക് ഈ ഒരു എന്താ പറയുക വീഡിയോ ഷൂട്ടിട്ട് കയറാനായിട്ട്. അപ്പോൾ എന്തായാലും മോളിൽ ചെന്നിട്ട് നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് തിരിക്കുവാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിയുള്ള ഭീഷണി ഭാഗത്ത് കാണാം. ഞങ്ങളിവിടെ തിരിച്ച് കയറി, ഇതുവഴി കയറിയത്, ഇതിന് വേണ്ടി ഇറങ്ങിയതോ. വീണ്ടും ഇവിടെ ഒന്നുകൂടെ വീണ്, കാര്യം ഇവിടെ തെന്നിക്കിടക്കും ഇവിടെ. പിന്നെ ഇതേ കോട ഇറങ്ങുന്നുണ്ടോ, നന്നായിട്ട് കോട ഇറങ്ങുന്നുണ്ട് ഇവിടെ. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ കോട ഇറങ്ങിയുണ്ടോ, കോട ഫുള്ള് ഇറങ്ങിക്കൊണ്ടിരിക്കും അവിടെ. അവിടെ ഫുള്ളിന് കോടയാകും, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് കോട ഇറങ്ങിയതല്ല, ഇതിൻ്റെ ക്യാമറയുടെ അവിടെ വെള്ളം കയറ്റ് ഇതായിട്ടിരിക്കുക. അതുകൊണ്ട് ഇതല്ല, പക്ഷെ ഇവിടെ കോടയുണ്ട്, നല്ല കോടയുണ്ട്. ഇനിയിപ്പോൾ ഒരു ഹോട്ടലോ പമ്പോ എന്തെങ്കിലും കാണുമ്പോൾ വേണം അവിടെ ഒതുക്കിയിട്ട് ഡ്രസ്സൊക്കെ മാറി പോകാനായിട്ട്. എന്തായാലും ഫുള്ള് ഫുള്ള് വെള്ളം, ഇവിടെയൊക്കെ വെള്ളം വരുന്നത്. പിന്നെ ഇവിടെ അധികാരം വരുന്നില്ല ഇവിടെ, എന്തോ ആരുമില്ല. പക്ഷെ നല്ല സ്ഥലം, ഇവിടെ നല്ല കാഴ്ച ഉണ്ട് അവിടെ. ഞങ്ങളിപ്പോൾ വരുന്ന വഴി ഇവിടെ കയറിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇപ്പോൾ ഇവിടെ നേരെ റിട്ടേൺ വീട്ടിലോട്ട് പോയേക്കാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് എങ്ങും ഇറങ്ങുന്നൊന്നുമില്ല. ഞങ്ങൾ നേരെ ഇപ്പോൾ ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ ട്രാവൽ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീട്ടിലെത്താൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് വീട്ടിലോട്ട് പോകണം. അപ്പോൾ ഇവിടെ വെച്ച് വീഡിയോ ആണ് വൈൻഡപ്പ് ചെയ്യുക അല്ലേ? ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൽ അടുത്തൊരു വീക്കെൻഡ് വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.